തലായി ബാലഗോപാല ക്ഷേത്ര സേവാ സംഘം, അരയസമാജം, ചക്കിത്തുമുക്ക് മൊയ്തീൻ പള്ളി ഭാരവാഹികൾ എന്നിവർ സംയുക്തമായാണ് ആണ്ടുനേർച്ച നടത്തുന്നത്. ആണ്ടുനേർച്ച നടക്കുന്ന പള്ളിയിലെ മഖ്ബറയിൽ വെള്ള പുതുപ്പിക്കുകയാണ് പ്രധാന നേർച്ച. ഇവിടെ ഒരു ഔലിയ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടത്രേ. വിളിച്ചാൽ വിളി കേൾക്കുന്നതാണ് ഈ സ്ഥാപനമെന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ടുതന്നെ ഈ മഖ്ബറയാണ് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ആരാധനാമൂർത്തിയെന്ന് ക്ഷേത്ര ഭാരവാഹി എ രതീശനും പള്ളി നേർച്ച കമ്മിറ്റി ഭാരവാഹി മൊയ്തീൻ ബാവയും പറയുന്നു. പൊതുവെ കടലിൽ പോകുന്ന കടൽപ്പണിക്കാരുമായിട്ട് ബന്ധമുള്ള ഒരു സത്യ സ്ഥലമാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് കടൽക്ഷോഭത്തിലൊക്കെ പെട്ട് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ അവിടുത്തെ താമസമാണെന്ന് പറയും. ഇവരിപ്പം അവലിയാന്റെ ഇപ്പം അങ്ങനെ റൂട്ടും തമ്മിൽ യോജിച്ചിട്ടില്ല. ഈ പള്ളിയിലെ നേർച്ച മൗലിദ് പാരായണത്തോടെ തുടങ്ങും. തുടർന്ന് സമൂഹ പ്രാർത്ഥനയും നടക്കും. അതുകഴിഞ്ഞ് പള്ളിയിൽ നിന്നും പ്രസാദ വിതരണം നടക്കും. ഐതിഹ്യം നമ്മൾ പറഞ്ഞതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു താപസൻ ഇവിടെ വന്നിട്ട് തപസ്സിരുന്നെന്നും അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി ഒരു മുസ്ലിം തറവാട്ടിലൊരു പെണ്ണുങ്ങൾ പരിചരിക്കാനുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം പറഞ്ഞു വരുന്നത്. ഇത് എഴുതപ്പെട്ട രേഖകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വിശ്വസിച്ച് വരുന്നത്. കൊല്ലത്തിൽ ഇപ്പോൾ അവർ ആഴ്ചക്കൊരു ദിവസം വ്യാഴാഴ്ച ആണ് ഇതിന്റെ പ്രധാനം. ആഴ്ചക്കൊരു ദിവസം വന്നിട്ട് പിന്നെ വഴിപാട് കഴിക്കുന്ന ഒരു പ്രധാന വഴിപാട് എന്താണെന്ന് വെച്ചാൽ വെള്ളം മൂടുക എന്നുള്ളതാണ്. 2 മീറ്റർ മല്ല് അതിൻ്റെ അകത്ത് ഒരു കവർ പോലെ ഉണ്ട്, അത് പുതപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. പിന്നെ കത്തിക്കുന്നത് നിലവിളക്കാണ്. ഇതൊക്കെയാണ് കാര്യമായിട്ട് നടന്നു വരുന്നത്. അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാനോട് സങ്കടങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം അത് കേൾക്കുകയും പരിഹാരം ലഭിക്കുമെന്നുമുള്ള വിശ്വാസത്തിൽ യുവാക്കളടക്കം നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇത് കുറെ ദൂരത്തുനിന്നൊക്കെ വടകര ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ, മാഹി ആ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പുറത്ത് കണ്ണൂർ ആ ഭാഗത്ത് കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഒരു മതമൈത്രിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. കാരണം ഇത്രയും ചോദിച്ചിട്ട് ഈ ഭാഗങ്ങളിൽ എവിടെ ഇങ്ങനെ ഒരു ഇത് നടത്താറില്ല, കാണുന്നില്ല, ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാ വ്യാഴാഴ്ചയും ഭക്തജനങ്ങൾ വിളക്ക് തൊഴാനായി എത്തുന്നു എന്നതും ഏറെ അതിശയോക്തി പകരുന്നു. 4-5 വർഷം മുമ്പ് ഈ ഒരു റഫ് കാലത്ത്, വർഷകാലത്ത് ഇതിങ്ങനെ ഇടിഞ്ഞു വീണുമായിരുന്നു ഈ പള്ളി. അതിന്റെ ഈ പടിഞ്ഞാറ് ഭാഗം മുഴുവനും ആ തറ ഒലിച്ചു പോയിട്ട്, അപ്പൊ നമ്മൾ 2 കമ്മിറ്റി ഉണ്ടാക്കി അതൊക്കെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ അതായത് ഈ ഒരു വഴിപാട് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ്. അല്ലാണ്ട് ഇപ്പം വ്യാഴാഴ്ച പലരും വന്നിട്ട് വഴിപാട് കഴിക്കും. പലരും വന്നിട്ട് വ്യാഴാഴ്ച വന്നിട്ട് വഴിപാട് കഴിക്കുന്നവരും എല്ലാ ദിവസം വന്നിട്ട് വിളക്കെത്തിക്കും. ഉമ്മ വന്നിട്ട് വിളക്ക് ദിവസം വരും. നമ്മൾ കടൽ കൊണ്ട് എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ ആ സമയത്ത് നമ്മൾക്ക് അതിനുള്ള അനുഭവം കാണിച്ചു തരും. അപ്പം അത്രയും വിശ്വാസമാണ് നമ്മളെല്ലാ തൊഴിലാളികൾക്കും. എൻ്റെ പേര് മൊയ്തീൻ ബാവാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തരം ആരാധനാരീതി ഇസ്ലാമിന്റെ ഭാഗമല്ലെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇസ്ലാമില് ആണ്ടുനേർച്ചയുമില്ല, ഖബറാരാധനയുമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ്, ഏകദൈവ ആരാധനയാണ്. ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവന്റെ പേരിൽ മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുക, അവനെ പിടിച്ച് മാത്രം സത്യം ചെയ്യുക. ഇതാണ് ഇസ്ലാമിന്റെ കഴമ്പും കാതലും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ അനുചരന്മാരോ ഒന്നും ഈ ഇത്തരം സൃഷ്ടിപൂജയെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനുവേണ്ട എന്തെങ്കിലും തെളിവുകൾ പറയുകയോ ചെയ്തിട്ടില്ല. മതസൗഹാർദ്ദം എന്ന വാക്ക് തന്നെ തെറ്റാണെന്നും മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞൊന്ന് യഥാർത്ഥത്തിലില്ല. മതങ്ങൾ തമ്മിൽ ലയിക്കുക, ഓരോ മതവിശ്വാസികളും മറ്റേ മതവിശ്വാസികളുടെ മത ആചാരങ്ങൾ അനുകരിക്കുക, അതിൽ സഹകരിച്ചു കൊടുക്കുക, അതിന് പകരമായി ആ മതവിശ്വാസികൾ ഈ മതവിശ്വാസികളുടെ ആചാരങ്ങളും സഹകരിക്കുക, ഇങ്ങനെ ഒരു രീതി തന്നെ യഥാർത്ഥത്തിൽ തെറ്റാണ്. കാരണം എല്ലാ മതങ്ങളും ആ മതങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റ് മതവിശ്വാസികൾക്ക് അവരുടെ ആശയം പ്രചരിപ്പിക്കാനും അവരുടെ ആശയം നാട്ടിൽ പറയാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദമാണ്. എല്ലാ മനുഷ്യർക്കും അവനവൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം പരസ്പരം വകവെച്ചു കൊടുത്തുകൊണ്ട് എല്ലാ മതവിശ്വാസികളും അവരവരുടെ മത ആചാരങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. അതാണ് മനുഷ്യ സൗഹാർദ്ദം എന്ന് പറയുന്നത്. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതങ്ങൾ തമ്മിൽ ലയിക്കലാണ്. അങ്ങനെ പരസ്പരം മതങ്ങൾ ഓരോന്നും അതാതിന്റെ വ്യക്തിത്വം കളഞ്ഞു കുളിച്ച് പരസ്പരം ലയിക്കുന്ന രീതിയെ ഒരിക്കലും ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത്തരം ആരാധനാ രീതികൾ. ഇസ്ലാം പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ജാറങ്ങളിൽ നടക്കുന്ന, അതായത് മഹാന്മാരെന്ന് പറയുന്നവരെ ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെയാണ് ഈ ഉറൂസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആണ്ടുനേർച്ച, ചന്ദനക്കുടം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നടത്തുന്നത്. അതിൽ ജാറം എന്ന് തന്നെ ഇസ്ലാമിന് അന്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ജാറത്തില് നടക്കുന്ന പ്രധാനപ്പെട്ട അനാചാരങ്ങളിൽ ഒന്നാണ് ഈ ആണ്ടുനേർച്ച.
ജാറങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതും അതിനോടനുബന്ധിച്ച് ഉറൂസ് സംഘടിപ്പിക്കുന്നതും ഒക്കെ ജാറത്തിൽ മറമാടപ്പെട്ട മഹാൻ അയാളെ വിളിച്ചു പ്രാർത്ഥിക്കാനും അയാളുടെ പേരിൽ നേർച്ച നേരാനും ഒക്കെയാണ്. ഇപ്പൊ ചക്യത്തുമുക്ക് നടന്ന ഈ സംഭവത്തെപ്പറ്റി വിളിച്ചാൽ വിളി കേൾക്കുന്നതാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. ക്ഷേത്ര ഭാരവാഹി രതീശനും പള്ളി നേർച്ച കമ്മിറ്റി ഭാരവാഹി മൊയ്തീൻ ബാവയും ഒരേ സ്വരത്തിൽ പറഞ്ഞു എന്നാ. അപ്പൊ എല്ലാവരും അവിടെ പോകുന്നത് വിളിച്ചു പ്രാർത്ഥിക്കാനാണ്. അവിടെ മറമാടപ്പെട്ട ആളെ വിളിച്ചു ഇത് ഇസ്ലാമിന് തീർത്തും ഘടകവിരുദ്ധമാണ്. അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കലാണ്. അത് ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം കാണുന്നത്, പൊറുക്കപ്പെടാത്ത പാപമായിട്ടാണ് കാണുന്നത്. മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ഇത് സത്യമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് അധികവും വിവരമില്ലാത്ത ആളുകളാണ്. മതത്തെക്കുറിച്ചോ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചോ വിവരമില്ലാത്ത ആളുകളാണ്. പക്ഷേ പണ്ഡിതന്മാര് ഇതിന്റെയൊക്കെ പങ്കുപറ്റികളും ഇതിൽ നിന്നൊക്കെ വരുമാനത്തിന്റെ വിഹിതം പറ്റുന്നവരുമായ ഒരുപാട് മുസ്ലിയാക്കന്മാരും അതുപോലെ തന്നെ കമ്മിറ്റിക്കാരും ഒക്കെ ഉണ്ട്. അവർ പാവര ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാണ്. ഇവിടെ അങ്ങനെ ദിവ്യത്വമുണ്ട്, ഇവിടെ അങ്ങനെ വിളിച്ചാൽ വിളി കേൾക്കും, നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ഇവിടെ നിന്നാ സഫലമാകും, ഇവിടുത്തെ നേരത്തെ ഭക്ഷണം കഴിച്ചാൽ രോഗം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതൊന്നും ഇസ്ലാമിലില്ലാത്തതും ഇസ്ലാമിൽ നിന്ന് തെറ്റിത്തെറിച്ചു പോയ ഷിയ വിഭാഗത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നുകൂടിയതുമാണിത്. ഇസ്ലാമിലെ എല്ലാ പ്രാർത്ഥനകളും ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. കാരണം പ്രാർത്ഥന ആരാധനയാണ്. ആരാധനക്കർഹൻ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു മാത്രമാണ്. അവന്റെ പ്രവാചകന്മാരോട് പോലും പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പൊ ലോകത്തെ ഏറ്റവും ഉത്തമനായ വ്യക്തി എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പ്രവാചകന്മാരിൽ ഉത്തമനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തോട് പോലും പ്രാർത്ഥിക്കാൻ പാടില്ല. അദ്ദേഹം ഇലാഹല്ല, അദ്ദേഹത്തിൽ ദിവ്യത്വമില്ല, ദൈവിക അംശമില്ല, ദൈവം അദ്ദേഹത്തിൽ അവതരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു, അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തൊരു പുണ്യ പുരുഷനായിരുന്നു. പക്ഷെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അതുകൊണ്ട് ലോകത്ത് മനുഷ്യരോട് നടത്തുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിന് തീർത്തും എതിരാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഏർപ്പാടില്ല. റംഷീദ് ഇല്ലിക്കൽ, കണ്ണൂർ വിഷൻ, തലശ്ശേരി.